മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ. പരമ്പരാഗതമായി പ്രയോഗത്തിലുള്ളതും ഉപദേശ സ്വഭാവമുള്ളതുമായ സംക്ഷിപ്ത പ്രസ്താവനയാണ് പഴഞ്ചൊല്ല്. പഴഞ്ചൊല്ലിൻ്റെ ലാക്ഷണികമായ അർത്ഥം മൂത്തോറെ വാക്ക് എന്നാണ്. പഴഞ്ചൊല്ലിൻ്റെ ജീവൻ എന്നത് അതിൻ്റെ സന്ദർഭമാണ്. ഗ്രാമീണ ജനതയുടെ സാമൂഹികവും സാംസ്കാരികവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം ചെലുത്തുവാൻ പഴഞ്ചൊല്ലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും അവ പ്രതിഫലിപ്പിക്കുന്നു. പരിസ്ഥിതിയെപ്പറ്റിയുള്ള അവബോധം ഏറെ നിഴലിക്കുന്ന ഇടം കൂടിയാണ് പഴഞ്ചൊല്ലുകൾ. കൃഷിയും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം പ്രാചീന കാലം മുതലേ കേരളത്തിൽ നിരീക്ഷണ വിധേയമായിരുന്നു. കാലാവസ്ഥാ പ്രവചനം നടത്തുന്ന ചൊല്ലുകളും സുലഭമാണ്. കാർത്തിക കഴിഞ്ഞാൽ മഴയില്ല, ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി, അത്തം വെളുത്താൽ ഓണം കറുക്കും, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, വിഷു കഴിഞ്ഞാൽ വേനലില്ല, ചെമ്മാനം കണ്ടാൽ അമ്മാനത്ത് മഴയില്ല, കാലവർഷം കണ്ട് ഓടിയവനും തുലാവർഷം കണ്ട് കയറി നിൽക്കും, കർക്കിടക വാവിന് കാട്ടുപോത്തിൻ്റെയും തുടവിറയ്ക്കും എന്നിങ്ങനെ നിരവധി പഴഞ്ചൊല്ലുകൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കേരളീയനുണ്ട്. വിളകളെ സംബന്ധിച്ചുള്ള അറിവുകൾ പഴഞ്ചൊല്ലുകളിൽ പ്രകടമാണ്. വെള്ളരി നട്ടാൽ വിളയറിയാം, മുരുക്കിലും പടരും മുളകുകൊടി, ചേന ചുട്ടു നടണം, ചാമ കരിഞ്ഞു വിതയ്ക്കണം, കാച്ചിരുവള്ളി പ്ലാവിൽ പടർന്നാൽ ചക്കയെല്ലാം തീർന്നത് തന്നെ, ഉച്ചാറുച്ചയ്ക്ക് വെള്ളരി നട്ടാൽ വിഷു ഉച്ചയ്ക്ക് കായ പറിക്കാം, കുംഭമാസത്തിലെ കുംഭവട്ടത്തിൽ ചേന കൂടി ഇറക്കുക എന്നിങ്ങനെ മണ്ണിനെ അടുത്തറിഞ്ഞ, വിളകളുടെ തുടിപ്പുകളറിഞ്ഞ കർഷകൻ്റെ അനുഭവജ്ഞാന നിർമ്മിതികളായി ഇത്തരം പഴഞ്ചൊല്ലുകൾ പരിവർത്തനപ്പെടുന്നു. നാളുകളെ സംബന്ധിച്ച പഴഞ്ചൊല്ലുകളും ശ്രദ്ധേയമാണ്. രോഹിണിക്കിപ്പുറം അധികം വിത വേണ്ട, മകയിര്യം മതിച്ചു പെയ്യും, തിരുവാതിര ഞാറ്റുവേലയിൽ തിരിമുറിയാതെ മഴ പെയ്യും, പുണർതത്തിൽ പുകഞ്ഞ മഴ, മകരത്തിൽ പയർ മതിച്ചു നിൽക്കും എന്നിങ്ങനെയുള്ള പഴഞ്ചൊല്ലുകളിലൂടെ ഓരോ വിളയ്ക്കും അനുയോജ്യമായ ഞാറ്റുവേലകളെയും കർഷകർ പ്രായോഗികമായി തിരിച്ചറിഞ്ഞുവെന്നുള്ള വസ്തുത ഇതിൽ പ്രകടമാണ്. കുംഭമാസത്തിൽ നട്ടാൽ കുടത്തോളം, മീനത്തിലായാൽ മീൻകണ്ണിനോളം, മേടം 10 മുമ്പ് പൊടിവിത കഴിയണം, ധനുപ്പത്ത് കഴിഞ്ഞാൽ കൊത്താൻ തുടങ്ങാം, കുംഭപ്പറ കുടം പോലെ എന്നിങ്ങനെ മാസസംബന്ധിയായ പഴഞ്ചൊല്ലുകളുമുണ്ട്. കാർഷിക സംസ്കാരത്തിൻ്റെ അകക്കാമ്പായ കാതലായ വിത്തുകളെപ്പറ്റിയും പഴഞ്ചൊല്ലുകളുണ്ട്. നട്ടു നെല്ലുണ്ടാക്കുക, വിത കൃഷിക്ക് വിത്താഴം ചെല്ലണമെന്നുണ്ട്, വിത പോലെ കൊയ്ത്ത്, വിത്തുള്ളിടത്തു വേര്, വിത്തൊന്നിട്ടാൽ മറ്റൊന്ന് വിളയുമോ എന്നിങ്ങനെയുള്ള ഇത്തരം വിത്ത് ചൊല്ലൽ നാട്ടുവിജ്ഞാനങ്ങളാണ്. ഉദ്ബോധനത്തിൻ്റെ കാര്യപ്രസക്തമായ ചൊല്ലുകളും പഴഞ്ചൊല്ലുകളിൽ ദർശിക്കാം. കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം, വേരിനു വളം വയ്ക്കാതെ തലയ്ക്കു വളം വെച്ചിട്ടെന്തു കാര്യം, കാലം നോക്കി കൃഷി, വരമ്പ് ചാരി നട്ടാൽ ചുവര് ചാരി ഉണ്ണാം, മണ്ണു വിറ്റ് പൊന്നു വാങ്ങരുത്, ആഴത്തിൽ ഉഴുത് അകലെ നടണം, നട്ടാലേ നേട്ടമുള്ളൂ, വിളഞ്ഞാൽ പിന്നെ വെച്ചേക്കരുത് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. പ്രകൃതിയുമായി അടുത്തിടപഴകിയ, മണ്ണിൽ ജീവിച്ച ഒരു ജനത അനവധി തലമുറകൾക്ക് കൈമാറിയ ജ്ഞാനപരിസരമാണ് ഇതിലൂടെ സമാർജിക്കുന്നത്. ഇന്ന് കാലം മാറി, കാലാവസ്ഥ മാറി, ഋതുഭേദങ്ങൾ മാറി, പ്രകൃതിയുടെ എല്ലാ അടരുകളിലും പരിവർത്തനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് വേണം ഇക്കാലത്ത് പഴഞ്ചൊല്ലുകളെ നാം സമീപിക്കേണ്ടത്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും